യോഗി ആദിത്യനാഥ് പറയുന്നത് കേട്ടു, ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എത്ര കാലമാണ് ആ ഭരണാധികാരി ആ സീറ്റിലുണ്ടാകുക? നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ പറയാണ്, എല്ലാ തരത്തിലുമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നൊരു സമുദായത്തെ നശിപ്പിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുമ്പോഴും അവരും ചിന്തിക്കേണ്ട എത്ര കാലമാണ് ഇവിടെ ഉണ്ടാകുക. കോഴിക്കോട് ടൗൺ ഹാളിന്റെ ചുവരിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കമുള്ള ലോക പ്രശസ്തരായ പലരുടെയും ചിത്രമുണ്ട്. എവിടെ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എത്ര മനോഹരമായ വരികളാണത്. എവിടെ ഇവരല്ല? നിന്നെയൊക്കെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന മനുഷ്യരെവിടെ? ഞാൻ ചോദിക്കുന്നു, എവിടെ? എത്ര കാലം പറയും? 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം പോയാൽ, അങ്ങേയറ്റം പോയാൽ ഒരു 80 കൊല്ലം പറയും, നിങ്ങളെയൊക്കെ ഞങ്ങൾ കാച്ചിക്കളയും. അത് കഴിഞ്ഞാൽ വേറൊരാൾ വന്നിട്ട് പറയും, കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ, പിടിമണ്ണ് വാരിയെ എറിഞ്ഞതത്ഭുതമല്ലേ. രാജാക്കന്മാര് കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് 100 അടി പോലും ഒരു ഭൃത്യന് നിൽക്കാൻ പറ്റില്ല. അതേ ഭൃത്യൻ ഈ കുതിരപ്പുറത്ത് പോയ രാജാവിനെ അടക്കം ചെയ്തപ്പോൾ മണ്ണ് വാരി കബറിലേക്ക് ഇട്ട് കൊടുത്തു. ജീവിതത്തിൽ അയാളുടെ മേത്തൊരു മണ്ണെറിയാൻ പറ്റുമോ? അള്ളാഹ് നമ്മളെ ചിന്തിപ്പിക്കുകയല്ലേ. ജീവിതത്തിൽ അയാളുടെ മേത്തൊരു മണ്ണ് വാരി എറിയാൻ പറ്റുമോ? എറിഞ്ഞാൽ അവന്റെ തല കാണുവോ? മറ്റേ ഇങ്ങനെ കിടന്ന് ചിരിച്ചിങ്ങനെ കിടക്കാണ്, മൂക്കി പഞ്ഞിയും വെച്ചോണ്ട്. മണ്ണ് എവിടെ വേണമെങ്കിലും എറിയാം, മൂക്കിലെറിയാം, വായിലെറിയാം, എവിടെ എറിയാം. ഒരക്ഷരം മിണ്ടാൻ പറ്റൂല. മീസാങ്കലിന്റെ താഴെ അവിടെ മിണ്ടാതെ കിടന്നോണം. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ, പിടിമണ്ണ് വാരിയെ എറിഞ്ഞതത്ഭുതമല്ലേ. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് തഴവോസ്താദ് ഇങ്ങനെ അവസാനിപ്പിക്കുന്ന അറിയോ? തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ.